സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഇന്ന് ലോകം ഉറ്റുനോക്കുന്ന ഒരു നിർണായക സ്ഥിതിവിശേഷത്തിലാണ് നമ്മുടെ രാജ്യം കടന്നു പോകുന്നത്. ഇറാൻ്റെ വിദേശകാര്യമന്ത്രി എന്ന നിലയിൽ നിലവിലെ സാഹചര്യത്തെക്കുറിച്ചുള്ള നമ്മുടെ രാജ്യത്തിൻ്റെ ഉറച്ച നിലപാടുകളെക്കുറിച്ചും ചില സുപ്രധാനമായ കാര്യങ്ങളെക്കുറിച്ചും നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആദ്യം തന്നെ ഞാൻ വ്യക്തമാക്കട്ടെ, ഇറാൻ്റെ രാഷ്ട്രീയ ഘടന ഏതെങ്കിലും ഒരു വ്യക്തിയെ മാത്രം ആശ്രയിച്ചിട്ടുള്ളതല്ല. നമ്മുടെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ തലവൻ കൊല്ലപ്പെട്ടുവെന്ന് ശത്രുക്കൾ ആഘോഷിക്കുമ്പോൾ അവർ ഒരു കാര്യം മറന്നു പോകുന്നു. ഇറാൻ ഒരു വ്യക്തിയല്ല, അതൊരു സുശക്തമായ പ്രസ്ഥാനമാണ്. നമ്മുടെ നേതാക്കൾ രക്തസാക്ഷികളായാലും ആ സ്ഥാനങ്ങൾ ഏറ്റെടുക്കാൻ പതിനായിരങ്ങൾ സജ്ജരാണ്. ഭരണകൂടത്തിൻ്റെ ഒരു തൂണുപോലും തകരില്ല. നമ്മുടെ ലക്ഷ്യങ്ങളിൽ നിന്ന് ഒരിഞ്ച് പോലും നമ്മൾ പിന്നോട്ട് പോകില്ല. ഈ യുദ്ധം ഇറാൻ തിരഞ്ഞെടുത്തതല്ല, അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു യുദ്ധമാണ്. ഇത് അമേരിക്കയും ഇസ്രായേലും ചേർന്ന് നമ്മുടെ മേൽ അടിച്ചേൽപ്പിച്ചതാണ്. 10,000 മൈൽ അകലെ നിന്ന് വന്ന് അമേരിക്ക നമ്മെ ആക്രമിക്കുമ്പോൾ മിണ്ടാതിരിക്കാൻ നമുക്കാവില്ല. നമ്മുടെ സൈനിക താവളങ്ങൾ ആക്രമിക്കപ്പെടുമ്പോൾ മേഖലയിലുള്ള അമേരിക്കൻ കേന്ദ്രങ്ങളെ ലക്ഷ്യം വയ്ക്കുക എന്നത് നമ്മുടെ പ്രതിരോധത്തിൻ്റെ ഭാഗമാണ്. നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ അയൽ രാജ്യങ്ങളിലെ സാധാരണക്കാരെ ഉപദ്രവിക്കാൻ ഇറാന് ഒട്ടും ആഗ്രഹമില്ല. എന്നാൽ അമേരിക്കൻ സൈനികർ നഗരങ്ങളിലെ ഹോട്ടലുകളിലും ജനവാസ മേഖലകളിലും ഒളിച്ചിരിക്കുന്നത് കൊണ്ടാണ് അവർക്ക് നേരെ നടത്തുന്ന ആക്രമണങ്ങൾ സിവിലിയന്മാരെ പോലും ബാധിക്കുന്നത്. ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഇറാനല്ല, അമേരിക്കയ്ക്ക് മാത്രമാണ്. അവരാണ് ഇവരെ ബലിയാടാക്കുന്നത്. നമ്മുടെ അയൽ രാജ്യങ്ങളോട് എനിക്ക് ചിലത് പറയാനുണ്ട്. കഴിഞ്ഞ 47 വർഷമായി നിങ്ങൾ അമേരിക്കയ്ക്ക് സൈനിക താവളങ്ങൾ നൽകി സഹായിക്കുകയാണ്. നിങ്ങളുടെ മണ്ണിൽ നിന്ന് തന്നെയാണ് ഇറാന് നേരെ മിസൈലുകൾ ഉയരുന്നത്. നിങ്ങൾക്കതറിയാം. എന്നിട്ടും ഈ യുദ്ധം കാരണം നിങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ടുകളിൽ നമ്മുടെ പ്രസിഡന്റ് ക്ഷമാപണം നടത്തിയത് ഇറാൻ്റെ മാന്യത ഒന്നുകൊണ്ട് മാത്രമാണ്. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് വെറും ഒരു വെടിനിർത്തൽ മാത്രമല്ല, മറിച്ച് ഈ യുദ്ധം എന്നേക്കുമായി അവസാനിപ്പിക്കണമെന്നാണ്. ലെബനനിലും യമനിലും ഇറാഖിലും സമാധാനം പുലരണം. മേഖലയിലെ എല്ലാ രാജ്യങ്ങളും വികസനത്തിലേക്ക് നീങ്ങുന്ന ഒരു പുതിയ കാലമാണ് നമ്മുടെ സ്വപ്നം. ആ സ്വപ്നത്തിന് തടയിടാൻ അമേരിക്കയ്ക്ക് കുടപിടിക്കുന്നത് അയൽ രാജ്യങ്ങൾ നിർത്തണം. ഹോർമൂസ് കടലിടുക്കിൻ്റെ കാര്യത്തിൽ ഇറാന് വ്യക്തമായ നിലപാടുകളുണ്ട്. ഇത് നമ്മുടെ അതിർത്തിയിലെ ജലപാതയാണ്. ശത്രുക്കൾക്ക് ഇത് ഉപയോഗിക്കാൻ ഞങ്ങൾ അനുവാദം നൽകില്ല. യുദ്ധത്തിന് ശേഷം ഈ ജലപാതയിലൂടെയുള്ള യാത്രകൾക്കായി പുതിയ നിയമങ്ങൾ രൂപീകരിക്കേണ്ടതുണ്ട്. അത് ഇറാൻ്റെയും ഈ മേഖലയുടെയും താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതാകണം. ഇറാൻ്റെ ആണവ പദ്ധതി എന്നും സമാധാനപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. നമ്മുടെ പുതിയ നേതാവ് പൂർണ്ണ ആരോഗ്യവാനാണ്. അതുകൂടി പറയട്ടെ, അദ്ദേഹം മരിച്ചു അല്ലെങ്കിൽ അദ്ദേഹം കോമയിലാണ് എന്നുള്ള വാർത്തകൾ ലോകമാകെ ഇവർ പ്രചരിപ്പിക്കുന്നുണ്ട്. പക്ഷേ അതിലൊന്നും സത്യമില്ല. അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനാണ്. രാജ്യം സുരക്ഷിതമായ കരങ്ങളിൽ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇറാൻ കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോവുകയാണ്. അമേരിക്കൻ ജനതയോട് എനിക്കൊരു സന്ദേശമുണ്ട്. ഈ യുദ്ധം നിങ്ങളുടെയും നന്മയ്ക്കല്ല, മറിച്ച് ഇസ്രായേലിൻ്റെ താൽപ്പര്യങ്ങൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ ഇസ്രായേലിനെ മനസ്സിലാക്കണം. ഇസ്രായേലിൻ്റെ താൽപ്പര്യങ്ങളാണ് നിങ്ങൾക്കുമേൽ അടിച്ചേൽപ്പിക്കുന്നത്. നിങ്ങളുടെ പണം വെറുതെ കളയുന്നത് നിർത്താൻ നിങ്ങൾ സർക്കാരിനെ നിർബന്ധിക്കണം. സുഹൃത്തുക്കളെ, ഇറാൻ സമാധാനം ആഗ്രഹിക്കുന്നു, പക്ഷേ ആത്മാഭിമാനം പണയം വെച്ചുകൊണ്ടുള്ള ഒന്നല്ല അത്. നീതിയുക്തമായ സമാധാനത്തിനായി ഞങ്ങൾ എന്നും വാതിലുകൾ തുറന്നിട്ടിരിക്കും. സാധാരണക്കാർ ഈ യുദ്ധത്താൽ വലയുന്നതിൽ ഞങ്ങൾക്ക് ഖേദമുണ്ട്. ഈ യുദ്ധം കാരണം ഇന്ധനവില വർദ്ധിക്കുന്നത് സാധാരണക്കാരായ അമേരിക്കക്കാരെയും ലോകരാജ്യങ്ങളിലുള്ള സാധാരണക്കാരെയും ബാധിക്കുന്നുണ്ട്. അതിനാൽ വിവേകപൂർണമായ തീരുമാനമെടുക്കാൻ ജനങ്ങൾ അതാത് സർക്കാരുകളെ നിർബന്ധിക്കണം. ആണവായുധങ്ങൾ ഞങ്ങൾ വികസിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട അഭ്യൂഹങ്ങൾ അവസാനിപ്പിക്കണം. ആണവായുധങ്ങൾക്കെതിരെയുള്ള മുൻ നേതാവിൻ്റെ ഫത്വ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പുതിയ നേതാവ് തൻ്റെ നിലപാട് വ്യക്തമാക്കുന്നത് വരെ കാത്തിരിക്കുകയാണ്. എങ്കിലും ഇറാൻ്റെ
ആണവ പരിപാടി എന്നും സമാധാനപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ചൈനയ്ക്ക് ഈ ഒരു യുദ്ധത്തിൽ വലിയ പങ്ക് വഹിക്കാൻ സാധിക്കുമെന്ന് ഞങ്ങൾ കരുതുന്നുണ്ട്. സൗദി ഇറാൻ ബന്ധം പുനഃസ്ഥാപിച്ച ചൈനയുടെ ഇടപെടലിനെ ഞാൻ പ്രശംസിക്കുകയാണ്. ഇറാൻ്റെ നിബന്ധനകൾ അംഗീകരിച്ചാൽ ഏത് രാജ്യത്തോടും ഏത് വിധേനയുള്ള ചർച്ചയ്ക്കും ഞങ്ങൾ തയ്യാറാണ്. ഇത് ഇറാൻ്റെ മാത്രം കാര്യമല്ല. ഈ യുദ്ധം താൽക്കാലികമായി അവസാനിപ്പിക്കുന്നതിനുമല്ല ഞങ്ങളുടെ ലക്ഷ്യം. അമേരിക്കയും ഇസ്രായേലും നടത്തുന്ന പല യുദ്ധങ്ങൾ ഇതോടുകൂടി അവസാനിപ്പിക്കണം. എന്നേക്കുമായി യുദ്ധം അവസാനിപ്പിക്കുക എന്നതാണ് ഏക പോംവഴി. ആ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത് വരെ ഞങ്ങളും പോരാടും. ആത്മാഭിമാനമുള്ള ജനതയാണ് ഇറാൻ എന്നത് ഒന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ. ഇപ്പോഴുള്ള ഈ വെടിനിർത്തലല്ല ശാശ്വതമായ പരിഹാരം. എന്നേക്കുമായി ഈ യുദ്ധവും അമേരിക്കയും ഇസ്രായേലും നടത്തുന്ന മറ്റു യുദ്ധങ്ങളും അവസാനിപ്പിക്കണം. ലോകം ഒന്നോർക്കണം, നമ്മുടെ രാജ്യത്തിൻ്റെ സമാധാനത്തെ തകർക്കാൻ വരുന്ന ഏത് വലിയ ശക്തിയെയും നേരിടാൻ ഇന്ന് ഇറാൻ ശക്തമാണ്. അതുകൊണ്ട് നമ്മുടെ മണ്ണിലേക്ക് നീളുന്ന ഏതു കരങ്ങളെയും തകർക്കാനുള്ള കരുത്ത് ഇറാനുണ്ട് എന്ന് ലോകം അറിയേണ്ടതുണ്ട്. പക്ഷേ ഇറാൻ സമാധാനം ആഗ്രഹിക്കുന്നു. വീണ്ടും വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നത്, ആത്മാഭിമാനം പണയം വെച്ചുകൊണ്ടല്ല ഞങ്ങൾ സമാധാനം ആഗ്രഹിക്കുന്നത്. ശാശ്വതമായ നീതിയുക്തമായ സമാധാനമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിനായി ഞങ്ങൾ എന്നും വാതിൽ തുറന്നു തന്നെയാണ് ഇട്ടിരിക്കുന്നത്. നന്ദി, നമസ്കാരം.